ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഒരു 7 ടോപ്പുകളുണ്ട് കേട്ടോ. ഇതിൽ 4 നോർമൽ ടോപ്പും 3 ഷോർട്ട് ടോപ്പുമാണ്. ഇത് നമ്മുടെ കടയിലെ തന്നെ മെറ്റീരിയലാണ് കേട്ടോ. ഇത് അജ്രക്കിൻ്റെയും പിന്നെന്താ പറയുക റയോണിൻ്റെ മെറ്റീരിയലൊക്കെയാണ്. അപ്പം ഇത് കായംകുളത്തുള്ളൊരു കസ്റ്റമറാണ്. കസ്റ്റമർ എന്ന് പറയുന്നതിലുപരി എൻ്റെ ബന്ധുവാണ് അവൾ. കൂടുതലും അവൾ എൻ്റെ കയ്യിൽ നിന്നാണ് ഇതുപോലെ മെറ്റീരിയലൊക്കെ എടുത്ത് തയ്ച്ച് കൊടുക്കാറ് പതിവ്. അപ്പം കൂടുതലും നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകുമ്പം കൊടുക്കാറൊക്കെയാണ് പതിവ്. ഇപ്പോൾ ഇനി പഴയതുപോലെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അവൾ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യടി, അത് കൊറിയറായിട്ട് ഞാൻ അയച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഷോപ്പിൻ്റെ കുറച്ച് ദൂരമേ ഉള്ളൂ കൊറിയർ ഓഫീസ് തുടങ്ങിയിട്ട്. ഇപ്പോൾ കുറച്ച് നാളായതേ ഉള്ളൂ. അപ്പം നമുക്ക് അയക്കാനൊക്കെ എളുപ്പമായി. അപ്പം ഞാനതെല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ച് അവൾക്ക് ഇതുപോലെ പിക്കൊക്കെ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തായിരുന്നു കേട്ടോ. അവൾക്ക് അത് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ നമ്മളിതെല്ലാം പാക്ക് ചെയ്ത് നമ്മൾ ആ കൊറിയർ ഓഫീസിലോട്ട് പോവാണ്. അപ്പോൾ വീഡിയോ എടുക്കുന്നത് വെച്ചാൽ നമ്മുടെ ഷോപ്പിലെ തന്നെ സ്റ്റാഫാണ്. ഞാൻ ഈ ഷോപ്പ് തുടങ്ങിയിട്ട് 2 വർഷമായി. അന്ന് തൊട്ട് അവളെൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവൾ ഞാനും കൂടെ ആയിരുന്നു പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ആ കൊറിയർ ഓഫീസിലോട്ട് പോവുകയാണ്. നമ്മൾ ഈ സർവീസ് ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മളിത് അയക്കുന്നത്. ഇപ്പം നമ്മളിത് അയച്ചിട്ട് 2-3 ആഴ്ചയോളം ആയിട്ട്. അപ്പോൾ അവൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പം തന്നെ ആ പുള്ളിക്കാരൻ അവിടെ ക്യാമറയിലോട്ട് നോക്കി. അപ്പോൾ അവൾക്ക് നാണക്കേട്. അവൾ പെട്ടെന്ന് അവൾ ക്യാമറയെ മാറ്റി. എന്നിട്ട് അവൾ പറഞ്ഞു ചേച്ചി വീഡിയോ എടുത്തോ, ഞാൻ ഇതെല്ലാം അയച്ചു കൊടുക്കാം, ഞാൻ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഈ അഡ്രസ്സ് എഴുതുന്നത് വെച്ചാൽ അയക്കേണ്ട ആളുടെ അഡ്രസ്സും പിന്നെ നമ്മുടെ ഒരു പേരും നമ്മുടെ മൊബൈൽ നമ്പരും മാത്രം മതി കേട്ടോ. അങ്ങനെ നമ്മളതെല്ലാം സെറ്റാക്കി കൊടുത്തു. അപ്പം അവർ പറയുകയും ചെയ്തു നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ ഈ ഇതൊക്കെ നടത്തുന്ന ആൾക്കാരാണെന്ന് ചോദിച്ചു. നമ്മൾ ഈ ടോപ്പൊക്കെ ആയിട്ട് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ ചെറിയൊരു ബുട്ടിക്കൊക്കെ ഉണ്ട്, ഞങ്ങളങ്ങനെ ഇതുപോലെ ഇങ്ങനെ കൊറിയറായിട്ട് ഇപ്പോൾ ആദ്യമായിട്ടാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതുപോലെ സ്ഥിരമായിട്ട് നിങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് ചാർജൊക്കെ കുറച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ടോ, ഡെലിവറി ചാർജ്. പിന്നെ നമ്മളതെല്ലാം കൊടുത്തും വെച്ച് നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ബേക്കറി കടയിൽ കയറി വെള്ളം എല്ലാം കുടിച്ച് പപ്സും കഴിച്ച് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോവുകയാണ് ഗായ്.